ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ പാഠപഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ പാഠപഠനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളത് 7ാമത്തെ പാഠം, തിന്മ എന്ന പ്രശ്നം. അതിൻ്റെ മനഃപ്പാഠവാക്യമായിട്ടുള്ളത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി വായിക്കാം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ആമുഖ പാഠമായി തന്നിരിക്കുന്നത് ക്രിസ്ത്യാനികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അത് തിന്മ തന്നെയാണ്. ഈ ലോകം ഇന്ന് തിന്മകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു ചോദ്യമുണ്ട്. കാരണം ഈ ലോകം മുഴുവൻ തിന്മകളാൽ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്നതും നമ്മെ വിഷമിപ്പിക്കുന്നതുമായ ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ദൈവത്തെ കൂടുതലായി അറിയുന്നതിൽ നിന്നും ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുന്നതിൽ നിന്നും ഒക്കെ പലരെയും അകറ്റി നിർത്തുന്നത് ഈ ചോദ്യമാകാം. ഈ ചോദ്യം മറ്റൊന്നുമല്ല, ദൈവം നല്ലവനും സർവശക്തനും ആണെങ്കിൽ പിന്നെന്തുകൊണ്ട് ഇത്രയധികം തിന്മ ഈ ലോകത്തിൽ പെരുകി? വളരെയധികം ചിന്തിക്കേണ്ടതായ ഒരു ചോദ്യമാണിത്. ദൈവം നല്ലവനും സർവശക്തനുമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്രയധികം തിന്മ ഈ ലോകത്തിൽ പെരുകി? അതിൻ്റെ ഉത്തരവും നമുക്കേവർക്കും അറിയാം. നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയം കൊണ്ട് ദേശത്തെ നശിപ്പിച്ചതായിട്ട് ബൈബിളിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. അത് ദൈവം ചെയ്ത കാലത്ത് ദുഷ്ടത അങ്ങേയറ്റം പെരുകിയപ്പോഴാണ്. ബാബേൽ ഗോപുരം നശിപ്പിച്ചത്, സോദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കിയത്, നിനവേക്കാരെ ഉന്മൂലനാശനം ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ദുഷ്ടത ഇത്രയധികം പെരുകി വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളമാണ്. കർത്താവായ യേശുവിൻ്റെ 2ാം വരവ് വളരെ വേഗത്തിൽ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ശക്തമായ തെളിവാണ്. തൻ്റെ വിശുദ്ധരെ ചേർപ്പാൻ ദുഷ്ടനെയും അവനെ നിയന്ത്രിക്കുന്നവനെയും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത രീതിയിലാക്കി തീർക്കുവാൻ യേശുക്രിസ്തു വേഗം വരും. നമുക്കതിനായി കാത്തിരിക്കാം. ആമേൻ. ഈ ദുഷ്ടലോകത്തിൽ ഇന്ന് നിരീശ്വരവാദികളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. ഈ വർധനവ് തിന്മയുടെ ഫലമാണ്, തിന്മയുടെ ഒരു പ്രശ്നമാണ്. എന്നിരുന്നാലും ഈ ആഴ്ചയിലെ പാഠപഠനത്തിലൂടെ ദൈവം നല്ലവനാണെന്നും വീഴ്ച ഭവിച്ച ഈ ലോകത്തെ ദുഷിപ്പിക്കുന്ന തിന്മയുണ്ടായിരുന്നിട്ടും നമുക്ക് അഥവാ ദൈവമക്കൾക്ക്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അവനെ എങ്ങനെ കൂടുതൽ ആശ്രയിക്കുവാൻ കഴിയും എന്ന് നാം പഠിക്കുന്നു. അപ്രകാരം നാം ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മളിലെ നന്മകൾ കാരണം അനേകരെ ദൈവം അവനിലേക്ക് ആകർഷിക്കും. കാരണം ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തപ്പെടുകയില്ല. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്നുള്ള പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഞായറാഴ്ചത്തെ പാഠഭാഗം ദൈവമേ എത്രത്തോളം എന്ന തലക്കെട്ടോടുകൂടി നമുക്ക് തന്നിരിക്കുന്നു. ഈ പാഠഭാഗത്തിന് ആധാരമായി ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. ഇവിടെ ശൂഹ്യനായ ബിൽദാദിൻ്റെ ചോദ്യത്തിന് ഇയ്യോബ് പറയുന്ന സുഭാഷിതങ്ങളിൽ ഒന്നാണിത്. ഇയ്യോബ് കാത്തിരുന്നത് നന്മയും വെളിച്ചവുമാണ്, എന്നാൽ അവന് വന്നു ചേർന്നത് തിന്മയും ഇരുട്ടുമായിരുന്നു. മറ്റൊരു വാക്യം യിരെമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം: യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കുമെങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹി പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായി ഇരിക്കുന്നതെന്ത്? അപ്പോൾ ഇവിടെ യഹോവയുടെ അരുളപ്പാട് 11-ാം അധ്യായത്തിൽ യിരെമ്യാവിനുണ്ടായി. അപ്പോൾ യിരെമ്യാവ് യഹോവയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ ആ ചോദ്യത്തിന്
യിരെമ്യാവിൻ്റെ ആ ചോദ്യങ്ങൾക്ക് 13-ാം അധ്യായത്തിൽ യഹോവ ഇവിടെ മറുപടി പറയുന്നതായിട്ട് നമുക്ക് 13-ാം അധ്യായത്തിൽ കാണുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ: എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ നിന്റെ അകൃത്യം ബഹുത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് നീങ്ങിയും നിന്റെ കുതികാലിന് അപമാനം വന്നും ഇരിക്കുന്നു. അതായത് ഇവിടെ യിരെമ്യാവ് ചോദിക്കുന്ന ചോദ്യങ്ങളും യിരെമ്യാവിനോട് പറയുന്ന മറുപടിയുമാണ് നാം കേട്ടത്. ദുഷ്ടത നിറഞ്ഞ ജനത്തിൻ്റെ അനുസരണക്കേടും അനീതിയും ദൈവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യിരെമ്യാവിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. വീണ്ടും മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണത്. അതിപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവൻ ആകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പോൾ ഇവിടെ നാം ഓരോരുത്തരും ദൈവത്തെ മുഷിപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഹൃദയത്തിൽ നിരൂപിക്കുന്നത് പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. നമ്മൾ വളരെ കഷ്ടതയിലായിരിക്കുമ്പോൾ എനിക്ക് അവസ്ഥ എന്തിന് വന്നത്, എന്ത് ദൈവമേ, നിനക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞാണോ, അതോ നീ എന്നിൽ നിന്ന് അകന്നു പോയോ, ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വേദന തരുന്നത്, എന്നാലും ദൈവമേ എനിക്ക് ഈ വേദന തന്നുവല്ലോ എന്നിങ്ങനെയുള്ള പിറുപിറുക്കലുകൾ നാം ദൈവത്തെ മുഷിപ്പിക്കുന്നതാണ്. ദുഷ്ടന് കണ്ടോ, ദുഷ്ടന്മാർ എത്രത്തോളം വളർന്നു വരുന്നുവല്ലോ, എനിക്കെന്താണ്, ഞാൻ നിന്നെ അനുസരിച്ചിട്ടും നിന്റെ കൽപ്പനകളെ പ്രമാണിച്ചിട്ടും എനിക്കെന്താണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്നതെന്നൊക്കെയുള്ള ആ ഒരു പിറുപിറുക്കൽ കൊണ്ട് നാം ദൈവത്തെ മുഷിപ്പിക്കുകയാണ്. അത്തരമുള്ള പിറുപിറുക്കലുകൾ ഒഴിവാക്കുവാൻ ഈ പാഠഭാഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പിറുപിറുക്കലുകളല്ല, സ്തോത്രം എന്ന വാക്കാണ്. അത് പറയുവാൻ നാം നമ്മുടെ നാവിനെയും ഹൃദയത്തെയും നാം ശീലിപ്പിക്കണം. സങ്കീർത്തനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് പുത്രമരണരാഗത്തിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു വരിയാണിത്. ദാവീദിൻ്റെ കഷ്ടകാലത്ത് യഹോവ ദൂരത്തായിരിക്കുന്നു എന്ന് ദാവീദ് ചിന്തിക്കുകയാണ്. ദാവീദിൻ്റെ മാത്രമല്ല, ദാവീദ് അപ്രകാരം ചിന്തിക്കുന്നു. നമുക്കൊരു കഷ്ടത വന്നു കഴിയുമ്പോൾ നമ്മളും അപ്രകാരം ചിന്തിച്ചു പോകുന്നു. അപ്പം നമുക്ക് കഷ്ടത വരുമ്പോൾ നമ്മളും അപ്രകാരം ചിന്തിക്കുന്ന ഒരു ചോദ്യമാണിത്. ദൈവം ദൂരത്തല്ല, നമ്മെ വിട്ട് മറഞ്ഞിരിക്കുകയും ഇല്ല. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. യെശയ്യാവ് 59-ന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അങ്ങനെയെങ്കിൽ അകൃത്യവും പാപവും വിട്ടൊഴിഞ്ഞ് തിന്മ നിറഞ്ഞ ഈ ലോകത്തിലും നന്മ നിറഞ്ഞ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവൻ നമ്മുടെ വിളി കേൾക്കും. നമ്മളെ നോക്കിയിരിക്കുന്നത് നമുക്കപ്പോൾ തെളിഞ്ഞു വരും. നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്കപ്പോൾ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ വാക്യങ്ങളെല്ലാം ഒന്നുകൂടി വായിക്കാം. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം: ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം: യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്, ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത്. വീണ്ടും മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം: നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവൻ ആകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നമുക്ക് ഇന്നുമുള്ള പല ചോദ്യങ്ങളും ഈ 4 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദുഷ്ടന്മാർ പന പോലെ തഴച്ചു വളരുന്നത് പോലെയും അവരുടെ ദുഷ്ടത അവർക്ക് പ്രയോജനമുള്ളതുപോലൊക്കെയും നമുക്കവിടെ തോന്നുകയാണ്. പലപ്പോഴും അവ ശരിയായും വരുന്നത് എന്തുകൊണ്ടാണ്? നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുന്നതും ദൈവം നമ്മിൽ നിന്നും അകലെയായിരിക്കുന്നു എന്നും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ തിന്മയെ നിസ്സാരമാക്കി കളയുവാനുള്ള ചോദ്യങ്ങളല്ല. തിന്മ എന്നത് വളരെ
മോശമാണ്. നാം എത്രത്തോളം തിന്മയെ വെറുക്കുന്നുവോ അതിനേക്കാൾ അധികമായി ദൈവം തിന്മയെ വെറുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുൻപിൽ പല ചോദ്യങ്ങളും, ദുഷ്ടന്മാർ ഇത്രത്തോളം തഴച്ചു വളരുന്നത് എന്ത്, അല്ലെങ്കിൽ അവർ ഇത്രത്തോളം ബലം പ്രാപിക്കുന്നത് എന്ത്, അവരാഗ്രഹിക്കുന്നത് പോലെ അവർക്ക് നടക്കാൻ സാധിക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്കാണ് അവർ മുൻതൂക്കം കൊടുത്ത് അവരതങ്ങനെ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ അത് കാണുമ്പോഴും നമ്മളത് കണ്ട് മനസ്സിലാക്കുമ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വസ്തുതയാണ്, നാം തിന്മയെ വെറുക്കുന്നവരാണ്. നാം ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ മുന്നോക്കി ജീവിക്കുമ്പോൾ നാം തിന്മകളെ വെറുക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ തിന്മകളെ വെറുക്കുമ്പോൾ ദൈവം അതിലധികമായി തിന്മകളെ വെറുക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. തിരുവെഴുത്തുകളിൽ ഉടനീളം തിന്മകൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരു നിലവിളിയുണ്ട്, ദൈവമേ എത്രത്തോളം എന്ന ആ ഒരു നിലവിളി. ഈ തിന്മകൾ എത്രത്തോളം പോകുന്നു എന്നുള്ള ആ ഒരു നിലവിളി നമുക്കും ചേർന്ന് ചൊല്ലാം. കാരണം ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ഇനി അധിക സമയമില്ല എന്ന തിരിച്ചറിവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. മത്തായിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം നമ്മളൊന്ന് വിശദമായി പഠിക്കുമ്പോൾ ഇത് ഇപ്രകാരം പറയുന്നു: ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ദൈവത്തെ തന്നെ, പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ തിന്മ സ്പർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകത്തിലെ എല്ലാ തിന്മകളും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ കഷ്ടപ്പാടുകളിലും മരണത്തിൻ്റെ ആ സമയത്ത് ശക്തമായി വരുന്നതായിട്ട് ഉയർത്തി കാണിക്കുകയാണ് നമുക്കത് കാണുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണ സമയത്ത് തിന്മ യേശുവിൻ്റെ മരണത്തിലും ശക്തമായി ഇടപെടുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വിലപിക്കുന്നത് ഏലി ലമ്മ ശബക്താനി, അതായത് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ന്. എങ്കിലും ക്രൂശിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. തിന്മയുടെയും സാത്താൻ്റെയും ഉറവിടമായ ആ ഒരു ഉറവിടത്തെ ക്രിസ്തു ക്രൂശിൽ അവിടെ ദുർബലപ്പെടുത്തുന്ന ആ ഒരു പ്രത്യാശ നമുക്ക് ഉണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ 2-ാം വരവിൽ അന്തിമമായി തിന്മയെ മുഴുവനായി തന്നെ തുടച്ചു മാറ്റുകയും ചെയ്യുമെന്ന പ്രത്യാശ, ക്രിസ്തുവിലുള്ള ഈ പ്രത്യാശ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിൽ തിന്മകളാൽ പരീക്ഷിക്കപ്പെട്ട ആ സമയത്ത് തനിക്ക് കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യാശയ്ക്കായിട്ട് നോക്കി. അതായത് പിതാവായ ദൈവം തന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശുക്രിസ്തു അവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിതാവായ ദൈവം തൻ്റെ മകനോട് കൂടെ ഉണ്ട്. എങ്കിലും തനിക്ക് കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യാശയ്ക്കായിട്ട് ആ പുത്രൻ അവിടെ നോക്കുകയാണ്. പക്ഷേ പിതാവായ ദൈവം തൻ്റെ മകനെ പിന്നീട് ചേർത്തു. മരണത്തിൻ്റെ 3-ാം ദിനത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി മധ്യസ്ഥത വഹിക്കുന്നു. യേശുവിൻ്റെ ഈ അനുഭവം നമുക്കും ആശ്വാസമാണ്. പിതാവായ ദൈവം തൻ്റെ മകനെ ചേർത്തതുപോലെ, വീണ്ടെടുത്തതുപോലെ കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ സഹോദരങ്ങളായ വിശുദ്ധരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന ആ വലിയ പ്രത്യാശയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ആ ഒരു പ്രത്യാശയിലുള്ള ഒരു ജീവിതമായിരിക്കണം നാം ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നാം നയിക്കേണ്ടത്. എന്തു തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇയ്യോബിൻ്റെ അനുഭവം തന്നെ നമുക്ക് ചിന്തിക്കാം. ഇയ്യോബ് വളരെയധികം കഷ്ടം സഹിക്കുകയും എന്തുകൊണ്ട് ഇത്രയും തിന്മയും കഷ്ടതയും തൻ്റെ മേൽ വന്നു എന്ന് തന്നോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തു. ഇയ്യോബ് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കഷ്ടത വന്നു, എന്തിനാണ് എനിക്ക് ഇത്രയും സങ്കടങ്ങൾ വന്നത്, ഈ അസുഖങ്ങൾ വന്നത്, എൻ്റെ സമ്പത്തും എൻ്റെ മക്കളും ഒക്കെ എന്നിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഇയ്യോബ് അവിടെ ഇരുന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സ്വർഗീയ കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയാതെ തൻ്റെ ചോദ്യങ്ങൾ അതിന് ഉത്തരം നൽകാനായിട്ട് ദൈവത്തോട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇയ്യോബ്. അങ്ങനെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുവാനായിട്ട് ഇയ്യോബിൻ്റെ അടുക്കൽ വന്നു. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നുണ്ട്.
അയ്യോബിൻ്റെ പുസ്തകത്തിൽ 38, 39, 40, 41 അധ്യായങ്ങളിൽ അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണം നമുക്ക് പിതാവായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന ആ ഒരു കുറേ ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 38-ാം അധ്യായത്തിൻ്റെ ആരംഭം ഇപ്രകാരമാണ്: അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാർ. അതായത് ഇയ്യോബിനെ സംബന്ധിച്ച് വളരെ കുറച്ച് മാത്രം അറിവാണ്. അപ്പോൾ ആ വളരെ കുറച്ച് മാത്രം നിനക്കറിയാമെന്നുള്ളപ്പോൾ നീ എന്തിനാണ് ഇത്രയും അധികം സംസാരിക്കുന്നത് എന്ന് പിതാവ് അവിടെ ഇയ്യോബിനോട് ചോദിക്കുക. കാരണം ഇയ്യോബ് അവിടെ പറയുന്നത് അറിവില്ലാത്ത വാക്കുകളാണ്. പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉള്ള അറിവിൽ വെച്ചുകൊണ്ടാണ് ഇയ്യോബ് അവിടെ സംശയങ്ങൾ ചോദിക്കുന്നത്. വീണ്ടും 38-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം: ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം എന്ന് തുടങ്ങി ഏകദേശം 70-ൽ പരം ചോദ്യങ്ങൾ യഹോവ ഇയ്യോബിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ശേഷം 42-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറയുന്നുണ്ട്. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നൊരുവനാര്? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പോയി. അപ്പോൾ ഇയ്യോബ് അവിടെ തൻ്റെ തെറ്റവിടെ സമ്മതിക്കുകയാണ്. തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ നില എന്താണ്, തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഇയ്യോബ് അവിടെ തിരിച്ചറിഞ്ഞ് അവിടെ പരിതപിക്കുകയാണ്. അതായത് ഇയ്യോബിനോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൽ ഇയ്യോബിന് അറിഞ്ഞുകൂടാത്തതും മനസ്സിലാകാത്തതുമായ പല കാര്യങ്ങളും ഉണ്ട് എന്ന് ദൈവം ഇയ്യോബിന് വ്യക്തമാക്കി കൊടുക്കുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ, ആ ചോദ്യങ്ങളെ ലളിതമാക്കുന്നതിലൂടെ, അതിൻ്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഇയ്യോബിന് തൻ്റെ ആ പരിമിതമായ അറിവിനെ ദൈവം അവിടെ ഇയ്യോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇയ്യോബ് എന്ത് ചെയ്യുന്നു? തൻ്റെ ആ അവസ്ഥ, തൻ്റെ അപ്പോഴത്തെ അവസ്ഥ, തൻ്റെ പരിമിതമായ അറിവ് അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അത്ഭുതമേറിയതിനെ ഞാൻ തിരിച്ചറിയാഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് ഇയ്യോബ് അവിടെ പരിതപിക്കുന്നു. ഇയ്യോബ് തൻ്റെ സ്വന്തം നില തിരിച്ചറിഞ്ഞതുപോലെ നമ്മളും നമ്മളുടെ നില തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ദൈവത്തോട് സംസാരിക്കുവാൻ എന്നാണ് ഇയ്യോബിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഇയ്യോബിനെ പോലെ നമുക്കും ഒന്നും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ ലോകത്തിലും അണിയറയ്ക്ക് പിന്നിലും നടക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നമ്മുടെ സംശയങ്ങൾക്കോ നമ്മുടെ ചോദ്യങ്ങൾക്കോ സംശയങ്ങൾക്കോ ഒന്നുമുള്ള ഉത്തരം ഇല്ല എന്നല്ല. സമയമാകുമ്പോൾ എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന പ്രത്യാശയോടുകൂടിയുള്ള ആ ഒരു ജീവിതം, ദൈവത്തിൻ്റെ നന്മയിൽ നാം ആശ്രയിച്ചുകൊണ്ട് ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. തിന്മയും കഷ്ടതയും എന്ന ഏറ്റവും പ്രയാസമേറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുമായി ജീവിക്കുവാൻ നാം ശീലിക്കരുത്. കാരണം ആദ്യം മുതൽക്കേ നാം തിന്മകളെക്കുറിച്ച് അറിയരുതെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പിതാവായ ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൽപ്പന കൊടുത്തത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നവിടെ പറഞ്ഞിരുന്നത്. അത്രമാത്രം മുൻകരുതലുകളുള്ള ഏക ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും നമ്മുടേതിനെക്കാട്ടിലും വളരെ ഉയരത്തിലാണ്. നമ്മുടെ ദൈവം മുൻകരുതലുകളുള്ള ഏക ദൈവമാകയാൽ നമ്മളിലും മുൻകരുതലുകളുള്ള ഒരു ദൈവവിശ്വാസം ഉണ്ടാവണം. എന്താണ് മുൻകരുതലുകളുള്ള ദൈവവിശ്വാസം? നമുക്ക് എത്രമാത്രം അറിയാമെന്നതിനെ തിരിച്ചറിയുന്നതിനെ അടിസ്ഥാനമാക്കി തിന്മയുടെ പ്രശ്നത്തെ സമീപിക്കുന്നതിനുള്ള ഒരു അറിവാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് മുൻകരുതലുകളുള്ള ദൈവവിശ്വാസമായി കണക്കാക്കുന്നത്. നമുക്ക് എത്രമാത്രം അറിയാമെന്ന് തിരിച്ചറിയുന്നതിനെ അടിസ്ഥാനമാക്കി തിന്മയുടെ പ്രശ്നത്തെ സമീപിക്കുക, തിന്മയെ സമീപിക്കുക. അതിന് നമ്മൾ എന്താണ്,
നമുക്ക് എത്രമാത്രം അറിയാമെന്നതിനെ തിരിച്ചറിയുന്നത് അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മളതിനെ സമീപിക്കേണ്ടത്. ആ ഒരു മാർഗത്തെയാണ് മുൻകരുതലുള്ള ദൈവവിശ്വാസമായി കണക്കാക്കപ്പെടുന്നത്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും മുൻകരുതലുകളുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ കാരണങ്ങൾ നാം നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയോ അത് അറിയുവാനായി നാം പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും എല്ലാം നമ്മളുടേതിനെക്കാട്ടിലും വളരെ ഉയരത്തിലാണ്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ലോകത്തിലെ തിന്മയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വഴികളുടെയും വിചാരങ്ങളുടെയും കാരണങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ളവരാകുവാനുള്ള മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത് അത് പരിമിതമാണ് എന്ന് നാം തിരിച്ചറിയണം. അത് നാം മുൻകൂട്ടി കരുതണം. അതായത് ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും വളരെ ഉയരത്തിലുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാനോ പൂർണ്ണമായി അറിയുവാനോ ഉള്ള കഴിവ് നമുക്കില്ല. ആ കഴിവ് നമ്മളിൽ പരിമിതമാണ്. നമ്മൾ അതിനു വേണ്ടി എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയുവാൻ നമ്മൾ ദൈവത്തോട് യാചിക്കുകയാണ്. ആ ഒരു കഴിവിന് വേണ്ടി നാം ദൈവത്തോട് യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മുൻകരുതൽ, ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നാം മുൻകരുതലുകളുള്ള ദൈവവിശ്വാസത്തിൽ ആയിരിക്കുന്നത്. സങ്കീർത്തനം 73-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ലോകത്തിലെ തിന്മ കാരണം അവിടെ സങ്കീർത്തനക്കാരനായ ആസാഫ് വളരെയധികം വിഷമിക്കുകയാണ്. തനിക്ക് ചുറ്റുമുള്ള ദുഷ്ടന്മാര് പുഷ്ടി പ്രാപിച്ചു വരുന്നത് അവൻ അറിയുന്നുണ്ട്. ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നതിനും അവനെ സ്നേഹിക്കുന്നതിനും യോഗ്യമാണോ എന്ന് ഈ ആസാഫ് തന്നെ ചിന്തിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. സങ്കീർത്തനം 73-ന്റെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ആസാഫ് പറയുന്നുണ്ട്, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ഇവിടെ സങ്കീർത്തനക്കാരൻ ആസാഫ് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കുകയാണ്. അവിടെ അവന് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. തൻ്റെ നീതിയും ന്യായവിധിയും തൻ്റേതായ സമയത്ത് കൊണ്ടുവരുന്ന ഒരു നീതിമാനായ ദൈവമാണ് വിശുദ്ധ മന്ദിരത്തിലുള്ളത് എന്ന്. അപ്പോൾ തൻ്റെ നീതിയും ന്യായവിധിയും തൻ്റേതായ സമയത്ത് കൊണ്ടുവരുന്ന നീതിമാനായ ദൈവമാണ് വിശുദ്ധ മന്ദിരത്തിലുള്ളത് എന്ന് ആസാഫ് മനസ്സിലാക്കി. ആ സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കിയ ദൈവത്തെ നമുക്കും ആ സങ്കീർത്തനത്തിലൂടെ 73-ാം സങ്കീർത്തനത്തിലൂടെ നമുക്കും കാണിച്ചു തരുന്നു. ആ ദൈവത്തെയാണ് നാം എല്ലാവരും ആരാധിക്കുന്നത്. ഏറെ മുൻകരുതലുകളുള്ള ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് ബുധനാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള പ്രതിരോധം. എന്താണ് സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള പ്രതിരോധം എന്ന് നമുക്ക് ചിന്തിക്കാം. തിന്മയുടെ യുക്തിപരമായ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു മാർഗത്തെ സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള പ്രതിരോധമെന്ന് അറിയപ്പെടുന്നു. അതായത് തിന്മയെ നാം മനസ്സിലാക്കുക, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക. അതാണ് അവിടെ നമുക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തിന്മയിലേക്ക് നമ്മൾ തിരിയാതിരിക്കുക, നന്മയെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു ഇച്ഛാശക്തി, ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ശക്തിയാണ്, ആ തീരുമാനമെടുക്കുവാനുള്ള ആ ഒരു ശക്തിയാണ് ഇവിടെ സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രതിരോധം എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രതിരോധം നമുക്ക് തിരുവചനത്തിൽ നിന്നും വെളിപ്പെട്ടു വരും. അതായത് ദൈവത്തിൻ്റെ വഴികളും ചിന്തകളും മനസ്സിലാക്കി തരുവാൻ നമുക്ക് വേണ്ടത്ര കഴിയുകയില്ല എങ്കിലും തിന്മയുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്ന വേദവാക്യങ്ങൾ ബൈബിളിൽ ഉണ്ട് എന്നർത്ഥം. അതായത് തിന്മയിൽ നിന്നും വിട്ടുതിരിഞ്ഞ് പിന്തിരിഞ്ഞ് നമുക്ക് മാറുവാനുള്ള, തിന്മയിൽ നിന്നും അകന്നു പോകുവാൻ നമ്മെ സഹായിക്കുന്ന വേദവാക്യങ്ങൾ നമ്മുടെ ബൈബിളിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ നാം തിന്മ എന്താണെന്ന് ആദ്യം അറിയണം. എങ്കിലല്ലേ സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ നമുക്ക് തിന്മയെ പ്രതിരോധിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് തിന്മ എന്താണെന്ന് ഒന്ന് നോക്കാം. നല്ല കാരണങ്ങൾക്കു വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വതന്ത്ര ഇച്ഛാശക്തിയെ നാം ദുരുപയോഗം ചെയ്താൽ അവിടെ തിന്മയുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം തന്നിട്ടുണ്ട്. നാം നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്താതിരുന്നാൽ അത് സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ ദുരുപയോഗമാണ്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവഹിതത്തിനനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്താതിരുന്നാൽ അത് നമ്മളെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഇച്ഛാശക്തിയുടെ ദുരുപയോഗമായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഈ ദുരുപയോഗം നടത്താതെ നല്ല തീരുമാനങ്ങളിലൂടെ നല്ല കാരണങ്ങൾ തേടി നന്മയുള്ളവരായി സ്വതന്ത്ര ഇച്ഛാശക്തിയെ ദൈവഹിതത്തിനനുസൃതമായി പ്രയോജനപ്പെടുത്തുമ്പോൾ നാം തിന്മയെ ജയിക്കുന്നവരായി മാറും. ഈ സ്വതന്ത്ര ഇച്ഛാശക്തി കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്.
ഏതു സ്നേഹവും നന്മയും സന്തോഷവും ഉണ്ടായിരിക്കുന്നത് നമുക്ക് വിലപ്പെട്ടതാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ സ്വതന്ത്ര ഇച്ഛാശക്തി കൊണ്ടാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഉന്നത സൃഷ്ടിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ സൃഷ്ടികൾക്കായി ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സന്തോഷം ആ മനുഷ്യർ പരസ്പരം അറിയണം, പരസ്പരം അത് പങ്കുവെക്കണം. മാത്രമല്ല അത് അവർ പരസ്പരം സ്വീകരിക്കുന്നതും പങ്കുവെക്കുന്നതും സ്വതന്ത്രമായിട്ടും അവരുടെ സ്വമേധയാ ഉള്ള ഐക്യത്തോടെയും കൂടി ആയിരിക്കണം. അതിന് മനുഷ്യനൊരു സ്വതന്ത്ര ജീവി ആയിരിക്കണമെന്ന് ഒരു എഴുത്തുകാരൻ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യം ആദാമിനും ഹവ്വായ്ക്കും നൽകിയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ പാമ്പിൻ്റെ പ്രേരണയാൽ പുരുഷനും സ്ത്രീയും തിന്മ തിരഞ്ഞെടുത്തു. അന്നു മുതൽ നമ്മുടെ ഈ ഭൗമഗ്രഹം തിന്മ കൊണ്ട് നിറഞ്ഞു. പിന്നീട് നമുക്ക് ഒരു ഉദാഹരണം കൂടി അറിയാം. ഹാബേലിനെ സഹോദരൻ കൊല്ലുന്നതായ ആ സാഹചര്യം. അങ്ങനെ തിന്മകൾ പെരുകി ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന തിന്മകളുടെ കൂട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിന്മകൾക്കെല്ലാം കാരണമെന്ന് പറയുന്നത് ആദാമിൻ്റെയും ഹവ്വായുടെയും ഇച്ഛാ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. അന്ന് അവർക്ക് കിട്ടിയ ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ദുഷ്ടതയാൽ നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ അധിപനായിട്ട് ഇരുട്ട് എന്ന, അല്ലെങ്കിൽ പിശാച് എന്ന ആ ഒരു ശക്തി അവിടെ കടന്നു വന്ന് അത് തൻ്റെ ലോകമാണ്, എൻ്റെ കയ്യിലാണ് എന്ന് പറയപ്പെടുന്ന അവകാശവാദം ഉന്നയിക്കുവാൻ അത് ഇടയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും നാം ഇതുപോലെ നമ്മുടെ ഇച്ഛാ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം നടത്തപ്പെടുന്നുണ്ട്. ഇച്ഛാ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നാം തിരിച്ചറിവുള്ള മനുഷ്യരായിരിക്കുന്നത്. ഈ സവിശേഷത ദൈവം നമുക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നാം വെറും ഒരു റോബോട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു യന്ത്രമായിട്ട് മാത്രം നാം തീരുമായിരുന്നു. സന്തോഷമോ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന സന്തോഷങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നും പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. ഈ അപകട സാധ്യതകൾക്കിടയിലും സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ ദൈവം നമ്മെ സൃഷ്ടിച്ചു. കാരണം ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതെ നാം ദൈവത്തെ സ്വീകരിക്കുന്നവരായി, ദൈവത്തിനോടുള്ള അഭേദ്യമായ ബന്ധം ഉള്ളവരായി ജീവിക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ആ സൃഷ്ടിപ്പിൻ്റെ കാരണമെന്ന് പറയുന്നത്. നമ്മളെ ദൈവം ഇച്ഛാശക്തിയുള്ളവരായി, ഇച്ഛാ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവവുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം. നമ്മളിങ്ങനെ ആ ബന്ധം നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം നമുക്ക് തന്നപ്പോൾ ആ ഒരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത് ആ ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു. അതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്നേഹവും തിന്മയും. ഇച്ഛാ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് തിന്മയ്ക്ക് കാരണമെന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഒരു സമയത്തേക്ക് ദൈവം തിന്മയെ അനുവദിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ദൈവം അതിനെ തീക്ഷ്ണമായി നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. തിന്മ സ്നേഹത്തെ ഒഴിവാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തിന്മ പെരുകി കഴിയുമ്പോൾ അവിടെ സ്നേഹമില്ലാതെയാകും. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ദൈവം തിന്മയെ വെറുക്കുന്നത്. മാത്രമല്ല തിന്മ കാരണം ദൈവത്തിൽ നിന്ന് ദൈവജനങ്ങൾ അകന്നു പോവുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തിന്മ എന്ന് പറയുന്നത് ശരിക്കും ദോഷം ചെയ്യുന്ന ഒരു സംഗതി ആയതിനാലാണ് ദൈവം തിന്മയെ ഇത്രയധികം വെറുക്കുന്നത്. ദൈവത്തെ ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വായും തെറ്റായി മനസ്സിലാക്കിയത് കാരണം സാത്താൻ അവർക്കിടയിൽ കടന്നുകൂടുകയും ആ സാത്താൻ ഇവരെ എന്ത് ചെയ്യും, ഇരുട്ടിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്നും ആ ഇരുട്ട് പണ്ട് ആദാമിൻ്റെയും ഹവ്വായുടെയും കാലത്ത് അവരിൽ വന്നു ഭവിച്ചതായ ഇരുട്ട് ഇന്നും ഭൂമിയിൽ തുടരുന്നുണ്ട്. ഈ ഇരുട്ട് തുടച്ചു നീക്കുന്നതിനും ലോകത്തെ തിരികെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നതിനുമായിട്ട് സാത്താൻ്റെ കാപട്യത്തെ തകർക്കേണ്ടതുണ്ട്. പക്ഷേ ആ തകർച്ച, ആ സാത്താൻ്റെ ആ കാപട്യത്തെ, ആ കള്ളത്തരത്തെ തകർക്കേണ്ടത് ഒരു ബലപ്രയോഗത്തിലൂടെ അല്ല ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാണ്. മാത്രവുമല്ല ബലപ്രയോഗം എന്നത് സ്വർഗീയ ഭരണകൂട തത്വങ്ങൾക്ക് എതിരാണ്. അപ്പോൾ ആ സ്വർഗീയ ഭരണകൂട തത്വങ്ങൾക്കെതിരായ ബലപ്രയോഗത്തിലൂടെ അല്ല, നേരെ മറിച്ച് സ്നേഹപ്രകടനത്തിലൂടെ, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയുള്ള സേവനത്തിലൂടെ ഈ ലോകത്തിൻ്റെ
ആ ഒരു വീണ്ടെടുക്കൽ പിതാവായ ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് സ്നേഹത്തിൻ്റെ സേവനത്തിൽ കൂടി മാത്രമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹം നേടണമെങ്കിൽ സ്നേഹിക്കുക തന്നെ വേണം. സ്നേഹം കൊണ്ട് മാത്രമേ സ്നേഹത്തെ ഉളവാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ അറിയുക എന്നത് അവനെ സ്നേഹിക്കുക എന്നതാകുന്നു. മാത്രമല്ല, ഈ സ്നേഹം എന്നത് സാത്താൻ്റെ സ്വഭാവത്തിന് വ്യത്യസ്തവും വിപരീതവുമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ട് ദൈവസന്നിധിയിൽ അനേകർ കടന്നു വരുന്നത് സാത്താനെ എതിർക്കുകയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ സാത്താൻ അവിടെ ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഇച്ഛാസ്വാതന്ത്ര്യമില്ല എങ്കിൽ സ്നേഹമില്ലാതിരിക്കും. അപ്പോൾ സ്നേഹരഹിതമായ ഒരു ലോകമായിട്ടത് മാറും. പക്ഷേ ഇവിടെ ദൈവം നമുക്ക് ഇച്ഛാസ്വാതന്ത്ര്യം തന്നതുകൊണ്ട് നമ്മളിൽ സ്നേഹമുണ്ട്, നമ്മളിൽ ദൈവിക സ്നേഹമുണ്ട്. ആ ദൈവിക സ്നേഹം നാം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അങ്ങനെ പങ്കുവെച്ച് ദൈവത്തിലേക്ക് നമുക്ക് അനേകരെ നേടുവാൻ സാധിക്കണം. അപ്പോൾ സാത്താൻ അവിടെ ഒറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലോകത്തിൽ എല്ലാവിധ തിന്മകളും ഉണ്ടായിരിക്കെ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നതിനുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. നമുക്ക് വായിക്കാം റോമരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നു ഞാൻ എണ്ണും. ആമേൻ, സ്തോത്രം. എത്ര ആശ്വാസകരമായ വാക്യമല്ലേ! തേനിലും മധുരമുള്ള വചനം എന്ന് പറയുന്നത് അർത്ഥവത്താവുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ യേശുവിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ഏവർക്കും നൽകിയിരിക്കുന്ന അത്ഭുതകരമായ വാഗ്ദത്തങ്ങളാണിവ. ഇവ വിശ്വസിക്കാൻ ആവശ്യമായ വിശ്വാസവും ആശ്രയവും നമുക്കുണ്ടോ എന്ന് ഒരു സ്വയം വിലയിരുത്തൽ കൂടി ചെയ്യുവാൻ നമുക്ക് ഈ പാഠഭാഗം സഹായിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ആ ദൈവസ്നേഹം സ്വീകരിച്ചിരിക്കയാൽ തന്നെ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് അയക്കപ്പെടുമെന്നും അവിടെ താൻ വളരെയധികം കഷ്ടത അനുഭവിക്കപ്പെടുമെന്നും യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ നാം എന്ത് ചെയ്തിരിക്കുന്നു? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ സ്നേഹം നാം തിരിച്ചറിഞ്ഞ് നാം അത് അംഗീകരിച്ച് നാം അത് ഏറ്റെടുത്തിരിക്കുക, നാം ആ സ്നേഹം സ്വീകരിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ക്രൂശിലേക്ക് യേശുവിനെ അയക്കപ്പെടുകയെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൂശിലേക്ക് യേശുവിനെ അയക്കപ്പെടുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് പകരമായി, അല്ലെങ്കിൽ പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിന് പകരമായി, അല്ലെങ്കിൽ പാപിയായ നമ്മെ ദൈവം വീണ്ടെടുത്തതിനാൽ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി യേശു കൊടുക്കേണ്ട വില എന്താണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. താൻ അവിടെ വളരെയധികം കഷ്ടപ്പെടുമെന്നും തന്നെ ക്രൂശിലേക്ക് അയക്കപ്പെടുമെന്നും ക്രൂശ് മരണം വരിക്കണമെന്നും ഒക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. എന്നറിഞ്ഞിട്ടും യേശു നമുക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യവും നമുക്ക് തന്നു, ആ ഇച്ഛാ സ്വാതന്ത്ര്യവും നമുക്ക് തന്നു. ആ യേശുവിനായി ജീവിക്കുവാൻ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിന്മയെ വിട്ട് സ്നേഹവും നന്മയും ഉള്ളവരായി, ദൈവവിശ്വാസവും ദൈവ ആശ്രയവും ഉള്ളവരായി ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ ഈ പാഠം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ കർത്താവെ, അങ്ങയുടെ പാഠം പഠിപ്പാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ ഒരുക്കിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അടിയങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ഏറെ ഉണ്ടെങ്കിലും കർത്താവെ അതൊക്കെയും ഹിമം പോലെ വെളുപ്പിച്ച് കർത്താവെ സ്തോത്രം. അടിയങ്ങളെ വീണ്ടെടുത്ത വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ലൊരു പാഠപഠനത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ, തിന്മകളെ വിട്ടുതിരിഞ്ഞ് കർത്താവെ നന്മയെ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ മുഖത്ത് നോക്കി ക്രിസ്തീയ ജീവിതം ഓട്ടമോടി തികയ്ക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ മുഖം നോക്കി മുന്നോട്ട് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഞങ്ങളെ കർത്താവെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.